മുസ്ലിം ആചാരപ്രകാരം 5 വർഷമെങ്കിലും ജീവിച്ചുവെന്ന് തെളിയിക്കുന്നയാൾക്ക് മാത്രമേ വഖഫ് നൽകാൻ കഴിയൂ എന്നെല്ലാമുള്ള ഭേദഗതികളും അതോടൊപ്പം വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേന്ദ്രം ഇത്തരമൊരു നിയമം പാസ്സാക്കിയെങ്കിലും സംസ്ഥാനങ്ങളിൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ആ നിയമം വരുന്ന ഘട്ടത്തിൽ തന്നെ അതിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ സർക്കാരുകൾ ഈ വന്ന വിവാദമായ വകുപ്പുകളോട് ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയത്. പുതിയ ഭേദഗതി അനുസരിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോൾ കേരള സർക്കാരും നീങ്ങുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. ഇപ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവയെല്ലാം സംബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ അതത് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് പൊതുവെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഇതാണ് മതനിരപേക്ഷതയുടെ ഭാഗമായി നമ്മുടെ രാജ്യം പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടികളാണ് ഇതേവരെ തുടർന്നു വരുന്നത്. ഇവിടെ വിവിധ മതവിഭാഗങ്ങളുടെ ഒട്ടേറെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമുണ്ട്. അവയിലെല്ലാം അവയുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റു മതസ്ഥർ കൈകടത്തുന്നത് സാധാരണഗതിയിൽ ശരിയായ രീതിയല്ല. അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു വരുന്നില്ല പൊതുവിൽ. ഇതിന് യോജിക്കാത്ത, ഇതിനെതിരായ സമീപനമാണ് പുതിയ വഖഫ് ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇവിടെ കാണേണ്ട പ്രത്യേകത, രാജ്യത്തുള്ള മതവിഭാഗങ്ങളിൽ ഒന്നാണ് മുസ്ലിം. ഈ മുസ്ലിം വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ മാത്രം സംവിധാനമാണ് വഖഫ് ബോർഡ്. അതിൻ്റെ മാനേജ്മെൻറ്റിൽ അമുസ്ലിങ്ങളെ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തിയത്. അതാണ് നിയമഭേദഗതിയിലൂടെ BJP സർക്കാർ പ്രാവർത്തികമാക്കിയത്. ഇത് ഇന്ന് മുസ്ലിമിനെതിരെയാണ് വന്നതെങ്കിൽ നാളെ മറ്റ് മതവിഭാഗങ്ങളുടെ കാര്യത്തിലും സ്വീകരിക്കുമെന്ന് തന്നെയാണ് കാണേണ്ടത്. പൊതുവിൽ മതനിരപേക്ഷ സമീപനത്തിന് നിരക്കാത്തതും മതനിരപേക്ഷ വിരുദ്ധവുമായ നിലപാടാണ് ഇക്കാര്യത്തിൽ BJP സ്വീകരിച്ചിട്ടുള്ളത്.